ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഈ നിലയിൽ ഒരു സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം പുലിക്കുന്ന് ദൈവസഭയ്ക്ക് ദൈവം നൽകിയ ആ വലിയ പ്രേരണയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭ ചെയ്യുന്ന ഈ സുവിശേഷീകരണത്തിൽ ഒരു എളിയ പങ്ക് വഹിക്കുവാൻ എനിക്കും ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശബ്ദ പരിമിതിക്കുള്ളിൽ ഈ ചുറ്റുപാടുകളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ മൂത്ത മകൻ സെഫിൻ ഈ ഭവനത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പ്രിയ സൈനമോളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. അവരിപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ആസാമിൽ ആയിരിക്കുന്നു. ആ ബന്ധത്തിലാണ് ഈ ഭവനത്തിൽ കടന്നു വരുവാനും ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വരുവാനും ഒക്കെയുള്ള സാവകാശം ഉണ്ടായത് എന്നോർത്ത് ദൈവത്തിന് എല്ലാ നന്ദിയും അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ വളരെ ലളിതമായി നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി ദൈവം കാണിച്ചു തന്ന പുരുഷനായ യേശുക്രിസ്തു എന്ന തലക്കെട്ടിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഇവിടെ ഇന്ന് രാത്രിയിൽ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ആ സുവിശേഷ സന്ദേശത്തിന് ആധാരമായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും അതിൻ്റെ 36-ാമത്തെ വാക്യവും നമുക്ക് ആദ്യമായി ഒന്ന് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 22 മുതൽ 24 വരെയും അതിന്റെ 36-ാമത്തെ വാക്യവും. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. 36-ാമത്തെ വാക്യം കൂടെ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. മതി. ഈ വേദഭാഗം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. എന്നാൽ അല്ലാത്ത ആളുകളും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും ലളിതമായി പറയുവാൻ സാധിക്കുമോ അത്രയും ലളിതമായി പറയുവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കുന്ന ആളാണ് അപ്പോസ്തലനായിരുന്ന പത്രോസ് എന്ന് പറയുന്നത്. ആ പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗമാണ്. അതിലെ ആരംഭത്തിലെ ചില വാക്കുകളാണ് നമുക്ക് വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആ പത്രോസിനെ കുറിച്ച് 1-2 വാക്കുകൾ ആരംഭത്തിൽ ഒന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. പത്രോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, വെറും സാധാരണക്കാരനായിരുന്ന ഒരു വ്യക്തി,
ഒരു മുക്കുവനായിരുന്ന ഒരു വ്യക്തി. തന്നെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നത് സാമാന്യനായിരുന്ന, പഠിപ്പില്ലാത്തവനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. എന്നാൽ ഈ സാധാരണക്കാരനായിരുന്ന, വെറും സാമാന്യനായിരുന്ന, വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഈ വ്യക്തിയെ അസാധാരണ വ്യക്തിത്വമായി മാറ്റിയവനാണ് സ്വർഗത്തിലെ ദൈവം. തന്റെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിച്ചു എന്നുള്ളതാണ്. താന് മീൻ പിടിച്ച് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്തവനായി, നിരാശിതനായി, ദുഃഖിതനായിരുന്ന വേളയിലാണ് ഒരു പ്രഭാതത്തിൽ യേശു കർത്താവ് തന്റെ പടകിൽ കയറിയിരുന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. ആ ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ സന്ദേശ കേൾവിക്ക് ഒടുവിലായി കർത്താവ് തന്നോട് പറഞ്ഞതായ വാക്കുകൾ അനുസരിച്ചതിന്റെ പേരിൽ ഒരു വലിയ മീൻകൂട്ടം തനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അത് കണ്ട് ആശ്ചര്യപ്പെട്ടവനായിരുന്ന പത്രോസ് ആ യേശുവിന്റെ കാൽക്കൽ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതായിരുന്നു പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഉണ്ടായ സന്ദർഭം എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരനായിരുന്ന ആ വ്യക്തിയെ അസാധാരണക്കാരനാക്കി മാറ്റിയ, ചരിത്രത്തിൽ മറക്കുവാനാകാത്ത ഒരു വ്യക്തിത്വമായി മാറ്റിയത് എന്താണ് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ കാൽക്കൽ അവനെ തന്നെ അവൻ സമർപ്പിച്ചു എന്നുള്ളതാണ്. പിന്നത്തേതിൽ നാം ഈ പത്രോസിനെ കാണുന്നത് കർത്താവിന് വേണ്ടി വളരെ അത്യുത്ഥാനം ചെയ്യുന്ന അപ്പോസ്തലന്മാരിൽ പ്രധാനി എന്നറിയപ്പെടുന്ന തരത്തിലേക്ക് ദൈവം അവനെ മാറ്റി. മാത്രമല്ല, വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തത്തക്കവണ്ണം ധാരാളം പ്രസംഗങ്ങളും തന്നിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയ്ക്ക് നൽകിയ സന്ദേശങ്ങളും നൽകുവാൻ ദൈവം തന്നെ പ്രാപ്തനാക്കി. ഒടുവിൽ നാം തന്നെ കുറിച്ച് ചരിത്രം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്: താൻ ആരെ വിശ്വസിച്ചുവോ ആ കർത്താവിന് വേണ്ടി ക്രൂശ് മരണം അനുഭവിക്കുവാൻ തയ്യാറായ ഒരു ദൈവത്തിന്റെ ദാസനായി ദൈവം അവനെ മാറ്റി. ഇന്ന് ഈ പുലിക്കുന്നിന്റെ പ്രദേശത്ത്, ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ, ഈ ശബ്ദ പരിമിതിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വിനയമായി പ്രാരംഭത്തിലെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിതം എത്ര നിരാശാജനകമായിരുന്നാലും, നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സാധാരണക്കാരെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരാണെങ്കിലും, പഠിപ്പില്ലാത്തവരാണെങ്കിലും, പാവപ്പെട്ടവരാണ് എന്ന് വരികിലും, ഇന്ന് രാത്രിയിൽ ഈ കേൾക്കുന്ന ദൈവശബ്ദത്തിന്റെ മുൻപാകെ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ ഇടയായി തീർന്നാൽ, നിങ്ങളുടെ ജീവിതത്തിന് പാടെ പരിവർത്തനം വരുത്തുവാൻ, ആ സമർപ്പണത്തിന്, നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനത്തിന് ഇടയാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 1984 എനിക്ക് കേവലം 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ യേശു കർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ബാല്യത്തിലെ മാതാവ് നഷ്ടപ്പെട്ട ഒരു യൗവനക്കാരനായി, നിരാശനായി, ഒരുപക്ഷെ ഒരു അനാഥ പയ്യന് തുല്യനായി ഞങ്ങളുടെ ഗ്രാമത്തിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കവറയിലുള്ളതായിരിക്കുന്ന പലചരക്ക് കടയുടെ ഉപ്പൻ പെട്ടിയിൽ കയറിയിരുന്ന് വൈകുന്നേരമാകുമ്പോൾ സമയം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ചെറിയ പ്രാർത്ഥനാ കൂടിവരവ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടേക്ക് ചെല്ലുവാൻ, ദൈവവചനം കേൾക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. യേശു കർത്താവിന് വേണ്ടി എന്റെ 17ാമത്തെ വയസ്സിൽ എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. 40 കൊല്ലം പിന്നിട്ടു.
എൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചു. ഒരു അനാഥനാണ് ഞാൻ എന്നുള്ള ചിന്ത എന്നിൽ നിന്ന് മാറ്റി ഞാൻ സനാഥനാണ് എന്ന് എനിക്ക് ഉറപ്പായി പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് രാത്രിയിൽ യേശു കർത്താവിന്റെ കാൽക്കൽ സമർപ്പിക്കുമെങ്കിൽ പാടെ രൂപാന്തരം വരുത്തുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായി ഈ രാത്രിയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായിരുന്ന പത്രോസ് തന്റെ ആരംഭത്തിലെ പ്രസംഗത്തിലാണ് നാം വായിച്ചു കേട്ടതായിരിക്കുന്ന വാക്യങ്ങൾ നാം വായിച്ചു കേട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ആ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായിരുന്ന പത്രോസ് ആരെ കുറിച്ചാണോ എന്താണോ പ്രസംഗിച്ചത് അത് തന്നെയാണ് ഈ 2024 വർഷങ്ങൾക്ക് ശേഷവും ഈ രാത്രിയിലും പ്രസംഗിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. യാതൊരു വള്ളിക്കെങ്കിലുമോ പുള്ളിക്കെങ്കിലുമോ മാറ്റം വരുത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഒരുപക്ഷെ ഞാൻ ഓർത്ത ഒരു കാര്യമുണ്ട്, അല്പം വള്ളിക്കും പുള്ളിക്കൊക്കെ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഇവിടെ ഒന്നും ആളുകൾ കൂടി ഇവിടെ നിന്നും ഈ പരിസരത്ത് തികയാതെ വണ്ണം, ഇവിടെ നിന്ന് നിൽക്കാൻ ഇടമില്ലാതെ വണ്ണം ആളുകൾ തടിച്ചു കൂടുമായിരുന്നു. വള്ളിക്കും പുള്ളിക്കുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പ്രസംഗിക്കുന്ന ഇടത്ത് അനേകം ആയിരങ്ങൾ തടിച്ചുകൂടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം 1-ാം നൂറ്റാണ്ടിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പ്രസംഗിച്ചതും താൻ എന്താണോ അപ്പോസ്തലന്മാർക്ക് കൈമാറിയത് അത് തന്നെയാണ് ഈ രാത്രിയിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായിരുന്ന പത്രോസ് ഈ പ്രസംഗം ആരുടെ മുമ്പിൽ നിന്നാണ് പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ യഹൂദന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. പേരിൽ യഹൂദന്മാരായിരുന്നവർ, പേരിൽ ഭക്തന്മാരായിരുന്നവർ, പേരിൽ കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നതായ ആളുകൾ. എന്നാൽ അവരെ കുറിച്ച് നമ്മുടെ കർത്താവും അതുപോലെ തന്നെ ദൈവദാസന്മാരും പറഞ്ഞിരിക്കുന്നത് പോലെ ഇരുട്ടിൽ നടക്കുന്ന ഒരു ജനമായിരുന്നു അവർ. ആ ഇടയനില്ലാത്തതായ ആടുകൾ എന്ന പോലെ ചിന്നിയവരും കുഴഞ്ഞവരുമായി നടന്നിരുന്നവരായിരുന്നു അവർ. ഈ യഹൂദന്മാർ അന്നുണ്ടായിരുന്ന വലിയ ഒരു പെരുന്നാളിന് യെരുശലേമിൽ കൂടി വന്നതായ ആളുകളായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ കർത്താവിന്റെ അപ്പോസ്തലന്മാർ ഒരു ചെറിയ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിന്റെ പകർച്ച അവരുടെ മേൽ അയച്ചപ്പോൾ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവർ പ്രസംഗിക്കുന്നു എന്നുള്ള ആ ശബ്ദത്തിന്റെ മുൻപാകെ യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ കൂടുവാൻ കടന്നു വന്നവരായിരുന്നു ഈ വീടിന് ചുറ്റും തടിച്ചുകൂടി വന്നിരുന്നവർ. അവരെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യം ദൈവദാസന്മാർക്കുണ്ടായിരുന്നു. അവരെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരുന്നത്? ഈ ജനം ഇരുട്ടിൽ നടക്കുന്ന ജനമായിരുന്നു. അവർ ഇടയിലില്ലാത്ത ആടുകൾ എന്ന പോലെ ചിന്നിയവരും കുഴഞ്ഞവരുമായിരുന്നു. ഒരുപക്ഷെ അവർക്ക് ദൈവാലയങ്ങളുണ്ട്, അവർക്ക് ആചാരങ്ങളുണ്ട്, അവർക്ക് ഭക്തിയുണ്ട്. പക്ഷേ അവർ ഇരുട്ടിലാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരായി നടക്കുന്നവരാണ്. ഇടയിലില്ലാത്ത ആടുകൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അപകടത്തിൽ ചെന്ന് പെടാകുന്ന തരത്തിലാണ് ആ ജനം ആയിരുന്നത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയട്ടെ, ഈ വചനം കേൾക്കുന്നവരായ നിങ്ങൾ ആരെങ്കിലും ഇരുട്ടിൽ നടക്കുന്നവരാണെങ്കിൽ അഥവാ ലക്ഷ്യമില്ലാത്തവരായി, ജീവിതത്തെ കുറിച്ച് ലക്ഷ്യബോധമില്ലാത്തവരായി, അതേപോലെ തന്നെ എവിടേക്കാണ് പോകുന്നത്, ഏത് അപകടമാണ് മുൻപിൽ വരുന്നത് എന്നറിയാൻ പാടില്ലാതെ ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശമാണ് ഈ രാത്രിയിൽ അറിയിക്കുവാൻ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഭക്തന്മാരായിരിക്കാം,
ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങളുടെ മുൻപിലേക്കാണ് ഇതാ ദൈവം കാണിച്ചു തന്ന പുരുഷനായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ ഉയർത്തി പ്രസംഗിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. എല്ലാം നഷ്ടമായ ആചാരങ്ങളുടെ പുറകെ നടന്ന 10,000 കൂടി വന്ന ആ വലിയ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. അവിടെയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ താൻ തയ്യാറായത്. നാം വായിച്ചു കേട്ടതായ ആ 22-ാമത്തെ വാക്യത്തിന്റെ തൊട്ട് മുൻപുള്ള വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവിടെ പത്രോസ് അപ്പോസ്തലനും സഹ ശുശ്രൂഷകന്മാരും മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത്, ഈ കൂടി വന്നിരിക്കുന്നതായ, ഞങ്ങൾക്ക് ചുറ്റും കൂടി വന്നിരിക്കുന്നതായ ഈ ജനം രക്ഷ ആവശ്യമുള്ള ആളുകളാണ്. രക്ഷിക്കപ്പെടുവാൻ ആവശ്യമുള്ളതായിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആവശ്യമുള്ളവരായ ജനമാണ്. എന്താ അങ്ങനെ പറയുവാനുള്ള ഒരു കാരണം? രക്ഷ ആവശ്യമായിരിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവർക്കാണ്. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് മോചനം ആവശ്യമായിരിക്കുന്നത് പോലെ, ഒരു രോഗിക്ക് സൗഖ്യം ആവശ്യമായിരിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, രക്ഷ ആവശ്യമായിരിക്കുന്ന അഥവാ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമായിട്ട് ഇന്നത്തെ തലമുറയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ആ ജനം ശിക്ഷിക്കപ്പെടുവാനിടയായത് എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ജനം എന്ന് മുതലാണ് ശിക്ഷിക്കപ്പെടുവാൻ ഇടയായത് എന്നുള്ളതും നാം ഓർക്കേണ്ട, നാം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് തിരിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകണം. വാക്യങ്ങൾ വായിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ, ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മേൽ തന്റെ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവന് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം അവന് നൽകിക്കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കുവാൻ ഒരു തോട്ടം അവർക്ക് ദൈവം നൽകി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ആ തോട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം അവർക്കൊരു നിയമം നൽകി. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നത് പോലെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിച്ച, ദൈവിക സാദൃശ്യത്തിൽ ജീവിച്ച, ദൈവികമായിരിക്കുന്ന തേജസ്സിൽ നിറഞ്ഞു നിന്നതായ ആദം ഹവ്വ ദമ്പതികൾ പിശാചിനാൽ വശീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവം തങ്ങളോട് കൽപ്പിച്ചതായ ആ നിയമത്തെക്കാൾ പിശാച് പറഞ്ഞതായ വാക്കുകളെ അനുസരിക്കുവാൻ തയ്യാറായത് നിമിത്തം ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പരിപാലനം എന്നേക്കുമായി നഷ്ടമായി തീർന്നു എന്നാണ് നാം വചനത്തിൽ കൂടെ വായിക്കുന്നത്. അതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചതിനെ കുറിച്ച് നാം ഇങ്ങനെ മനസ്സിലാക്കുക: അവർ പാപം ചെയ്ത് പാപികൾ ആയി തീർന്നു. ഞാൻ പറയട്ടെ, എന്താണ് പാപം? അവിടെ ഞാൻ ഇങ്ങനെ ഒരു ലളിതമായ നിർവചനം അതിന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തമായ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവകൽപ്പനയെ ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഇന്ന് നിങ്ങൾ പാപത്തിലാണോ, അഥവാ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ വേണ്ടി ദൈവകൽപ്പനകളെ ലംഘിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷകനെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു രക്ഷിതാവിന് ആവശ്യമുണ്ട്.
ആ ആദം ഹൗവ ദമ്പതികൾ പാപം ചെയ്തു. ദൈവ തേജസ് അവർക്ക് നഷ്ടമായി. പാപം അവരെ കഠിനമേറിയ ശിക്ഷയ്ക്ക് അർഹരാക്കി, അവരെ നരക ശിക്ഷയ്ക്ക് അർഹരാക്കി തീർത്തു. ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നു മാറുവാൻ കാരണമായി തീർന്നു. പോരാ, പിശാചിന്റെ മക്കളായി അന്ന് മുതൽ അവർ മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത്? ദൈവ കൽപ്പനയേക്കാൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിച്ചതിന്റെ പരിണിത ഫലമായി അവർ പാപം ചെയ്തു. പാപികളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവവചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: ആ ഏകന്റെ പാപം സകല മനുഷ്യരും പാപികൾ ആയിത്തീരുവാൻ കാരണമായി. ആ ഏകൻ ദൈവത്തിൽ നിന്നും അകന്നതിനാൽ, അർത്ഥാൽ ആത്മാവിലവൻ മരിച്ചതിനാൽ, മുഴുവൻ മനുഷ്യരും ആത്മാവിൽ മരിച്ചവരായി തീർന്നു, ദൈവമില്ലാത്തവരായി തീർന്നു, ദൈവിക സാന്നിധ്യം ഇല്ലാത്തവരായി തീർന്നു. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്, ഭയമുള്ളവരാണ്. പക്ഷേ പാപി എന്നും ദൈവമില്ലാത്തവനാണ്. നിങ്ങൾ ഇതെങ്ങനെ ഗ്രഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഇന്ന് രാത്രിയിലും ഞാൻ പാപിയാണ് എന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഓർക്കുക, പാപിയായിരിക്കുന്ന നിന്നിൽ ദൈവം വസിക്കുന്നില്ല. പാപിയായിരിക്കുന്ന നീ ദൈവത്തിന്റെ മകനുമല്ല, നീ പിശാചിന്റെ മകനാണ്. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകൻ എന്നാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാപി എന്ന് പറഞ്ഞാൽ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഇന്ന് പാപി എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അയ്യോ, പാപത്തിന് പരിഹാരം വരേണ്ടിയിരിക്കുന്നു. പാപി എന്നുള്ള ആ മേൽവിലാസത്തിന് മാറ്റം വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ മകൻ എന്നുള്ളതായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ആ നിലയിൽ അപ്പോസ്തലനായിരുന്ന പത്രോസിന്റെ മുൻപിൽ കൂടി വന്നിരുന്നതായ ആയിരക്കണക്കിന് വന്ന ആ യഹൂദ പുരുഷാരവും പാപത്തിൽ ജീവിക്കുന്നവർ തന്നെ ആയിരുന്നു. അവരെ കുറിച്ച് പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കി: രക്ഷ ആവശ്യമുള്ളവരാണ് എന്റെ മുൻപിൽ നിൽക്കുന്ന ഈ ജനം. ഈ പ്രദേശങ്ങളിൽ ഈ വചനം കേൾക്കുന്നവരോട് വളരെ ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങൾ രക്ഷ ആവശ്യമുള്ളവർ തന്നെയാണ്. ആ രക്ഷ ആവശ്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയ അവരുടെ മുൻപിലാണ് അപ്പോസ്തലനായിരുന്ന പത്രോസ് ആരെ ഉയർത്തി പറയുന്നത്? ദൈവം കാണിച്ചു തന്ന പുരുഷനായ ആ യേശു ക്രിസ്തുവിനെ. ഈ പുരുഷന്റെ ചില പ്രത്യേകതകളാണ് ഇന്ന് രാത്രിയിൽ ലളിതമായി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം കാണിച്ചു തന്നതായ ഈ പുരുഷന്റെ, അഥവാ ദൈവം സാക്ഷ്യപ്പെടുത്തിയതായ ഈ പുരുഷന്റെ, അല്ലെങ്കിൽ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതകൾ എന്താണ്? അതിൽ ഒന്നാമത്തെ ഒരു പ്രത്യേകത ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആരംഭിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇവൻ വാഗ്ദത്ത പുരുഷനാണ്. ഇവൻ ആരാണ്? ഇവൻ വാഗ്ദത്തം ചെയ്ത പുരുഷനാണ്. അതായത് ജനം അഥവാ ആദം ഹൗവ ദമ്പതികൾ എന്നാണോ പാപം ചെയ്തത്, അവരെന്നാണോ ശിക്ഷിക്കപ്പെട്ടത്, അന്ന് തന്നെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. മനുഷ്യ, എന്റെ വാക്കുകളേക്കാൾ നീ വിശ്വസിച്ച വാക്ക് ആരുടേതാണോ അവന്റെ തലയെ തകർത്ത് ഒരു നാളിൽ നിന്നെ വിടുവിക്കുവാൻ ഒരു സ്ത്രീയുടെ സന്തതി എഴുന്നേൽക്കും. കാലം മുൻപോട്ട് പോകുമ്പോൾ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നാണ്.
യെശയ്യാവിൽ കൂടെയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു അത്. ഉൽപ്പത്തി പുസ്തകത്തിൽ കന്യക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ സന്തതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആണാണോ പെണ്ണാണോ അറിഞ്ഞുകൂടാ. എന്നാൽ യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത് സ്ത്രീയുടെ അല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇനി ആരാണ് ആ കന്യക? ആരാണ് ആ ജനിക്കുന്നതായ ആ പുത്രൻ? നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് എന്താണ്? യോസേഫിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന വാക്കുകൾ എന്താണ്? നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ പേടിക്കേണ്ട ആവശ്യമില്ല. അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ആ തിരുവഴുത്തിന്റെ നിവൃത്തിയാണിത്. അവളിൽ നിന്ന് ജനിക്കുന്ന ആ പ്രജയെ യേശു എന്ന് നീ പേർ വിളിക്കണം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തതായ സ്ത്രീയുടെ സന്തതി യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ മറിയയായിരുന്നു എന്നും അവളിൽ നിന്നും ജനിച്ച ആ മകൻ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നുമാണ് തിരുവെഴുത്ത് പറയുന്നത്. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അറിയാം, അബ്രഹാമിന്റെ സന്തതി എന്നും ദാവീദിന്റെ സന്തതി എന്നും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനോട് പറയുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് ഉദ്ധരിച്ചു പറയുന്നത് അത് ക്രിസ്തു തന്നെ എന്നാണ്. ദാവീദിന്റെ സന്തതിയായി എന്നേക്കും ഇരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് ദാവീദിനോട് ദൈവം വെളിപ്പെടുത്തി. ആ സത്യം പുതിയ നിയമത്തിൽ പൗലോസ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു വാഗ്ദത്ത പുരുഷനാണ് എന്ന് പറഞ്ഞാൽ അവനൊരു അഡ്രസ്സുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ എവിടെ ജനിച്ചുവെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാളല്ല. വെറും ഐതിഹ്യ കഥാപുരുഷനല്ല കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവൻ ചരിത്ര പുരുഷനാണ്. മാത്രമല്ല, അവൻ വാഗ്ദത്ത പുരുഷനാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം നിങ്ങളെയാണല്ലോ വായിക്കുന്നത്: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ നിയോഗിച്ച് അയച്ചു എന്നാണ്. ദൈവം എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്തതായ മനുഷ്യനെ വാഗ്ദത്തം ചെയ്തത്? അതുപോലെ തന്നെ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ ആ പുത്രനെ അയച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില വാക്കുകൾ കൂടെ അവിടെ നിന്ന് ഞാൻ പറയട്ടെ. ആരാണ് ഈ ദൈവപുത്രൻ? അല്ലെങ്കിൽ ആരാണ് ഈ മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തു? അവൻ കേവലം മനുഷ്യൻ മാത്രമാണോ? അവൻ കേവലം അനേകം ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രമാണോ? അനേകം നല്ല പുരുഷന്മാരിൽ ഒരു പുരുഷൻ മാത്രമാണോ? വചനം എന്ന് പറയുന്നു. അത് നാം ഒന്ന് ഓടിച്ചു നോക്കുവാൻ പോകുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ സത്യദൈവം എന്നാണ്. തീത്തോസ് 2:12 വായിക്കുന്നത് അവൻ മഹാദൈവമാണ് എന്നാണ്. റോമർ 9:5 വായിക്കുന്നത് അവൻ സർവത്തിനും മീതെ ദൈവമെന്നാണ്. അവനെ കുട്ടി ദൈവം എന്നല്ല ബൈബിൾ പറയുന്നത്. അവൻ സത്യദൈവമാണ്. അവൻ നിത്യദൈവമാണ്. അവൻ എന്നേക്കും ദൈവമാണ്. ഈ പത്രോസ് തന്നെ താൻ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ സകലകാലത്തിനും മുമ്പേ ഉള്ളവൻ. പ്രിയപ്പെട്ടവരെ, ചരിത്രം എന്ന് പറയുന്ന അതിന്റെ ആരംഭം ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ആരംഭത്തിലേക്ക് നോക്കിയാൽ അവിടെ ആരെ കാണാം? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണാം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ
സകലത്തിനും ആധാരമായിരിക്കുന്നവൻ, അവൻ മുഖാന്തരം സകലവും ഉളവായി എന്ന് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം വാഗ്ദത്തം ചെയ്ത ഈ പുരുഷനായ യേശുക്രിസ്തു എന്ന് പറയുന്നത്, കന്യകയിൽ നിന്നും ജനിച്ചു എന്ന് പറയുന്ന ആ പുരുഷ പ്രജ, അവൻ കേവലം മനുഷ്യനല്ല, അവൻ സത്യദൈവമാണ്, അവൻ മഹാദൈവമാണ്. ഈ പ്രദേശങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളോടൊത്ത് പറയട്ടെ, യേശുക്രിസ്തു അവൻ മഹാദൈവമാണ്. വിശുദ്ധ തിരുവചനത്ത് അത് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ആ ദൈവത്തെ അത്രേ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് ദൈവം തമ്പുരാൻ അയച്ചത്. ഈ പുരുഷന്റെ രണ്ടാമത്തെ പ്രത്യേകത, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലൂക്കോസ് 2:10-11. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പുരുഷനെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രത്യേകത നാം അവിടെ വായിക്കുന്നത്, ഇവൻ രക്ഷിതാവായ പുരുഷനാണ്. ദൈവം യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതായ അന്ന് ദൈവം തന്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവൻ വന്നത് എന്തിനാണ്? രക്ഷിക്കുവാൻ വന്നവനാണ്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷം ഏതെങ്കിലും ഒരു ജാതിക്ക് വേണ്ടി എന്നല്ല, ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി മാത്രമെന്നല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ഒരു ശിശുവായി അയക്കുമ്പോൾ പിതാവായ ദൈവം ദൂതന്മാർ മുഖാന്തരം പറഞ്ഞ സാക്ഷ്യവാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവൻ ക്രിസ്തു എന്ന രക്ഷിതാവാണ്. അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ തന്റെ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് കയറി വരുമ്പോൾ ആ പുത്രനെ കുറിച്ച് പിതാവായ ദൈവത്തിന്റെ നേരിട്ടുള്ള സാക്ഷ്യവാക്കുകൾ എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, നീ എന്റെ പ്രിയപുത്രൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. നീ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അതേ പ്രിയമുള്ളവരെ, രക്ഷിതാവായി വന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്, ആ പുരുഷനെ കുറിച്ചുള്ള പിതാവിന്റെ സാക്ഷ്യം നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. രക്ഷിതാവായി വന്നവൻ അവൻ എന്റെ പുത്രനാണ്. ആ പുത്രനായ യേശുക്രിസ്തു നമ്മൾ വായിച്ച വേദഭാഗം, അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ തന്റെ പരസ്യ ശുശ്രൂഷയെ കുറിച്ച് ഒറ്റ വാക്കിൽ പത്രോസ് അവിടെ പ്രസംഗിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. പ്രിയമുള്ളവരെ, രക്ഷിതാവായി അയച്ചതായിരിക്കുന്ന ആ പുരുഷനെ കൊണ്ട്, യേശുക്രിസ്തുവിനെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യിപ്പിച്ചു, അടയാളങ്ങൾ ചെയ്യിപ്പിച്ചു. കാനാവിലെ കല്യാണ വീട് മുതൽ തിബര്യാസിന്റെ കടൽക്കര വരെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്തു. അവന്റെ അത്ഭുത പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങൾക്കൊടുവിൽ നാം വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും: യേശുക്രിസ്തുവിന്റെ മഹത്വം എല്ലായിടത്തും നിറഞ്ഞു നിന്നു. അവൻ ആരാണ് എന്നുള്ളത് ഓരോ അത്ഭുതങ്ങളിലൂടെയും വെളിപ്പെടുത്തുവാനത്രേ ദൈവം ശ്രമിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങൾ എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? അവിടെ നാം വായിക്കുന്നത്, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. അവൻ എന്റെ പുത്രനെന്ന് നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കണം. ഇന്ന് ലോകം ഒരത്ഭുതം കണ്ടാൽ അതിന്റെ പുറകെയാണ്. അവർക്ക് അത്ഭുതങ്ങൾ മതി, അടയാളങ്ങൾ മതി. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത്, യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ,
ഈ ലോകത്തിലെ താൽക്കാലികമായ കുറെ നന്മകൾ അനുഭവിച്ച് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് നിത്യനാശത്തിലേക്ക് പോകുന്നവരായി മാറുവാനല്ല, മറിച്ച് യേശുക്രിസ്തു ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം അവൻ ദൈവപുത്രനാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ഞങ്ങൾ കേൾക്കുന്നവർ ആരെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും, കഴിഞ്ഞ നാളുകളിൽ യേശുവിനോട് പ്രാർത്ഥിച്ചു, ഇന്നിന്ന നന്മകളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. ചോദ്യം, നീ രക്ഷിക്കപ്പെട്ടുവോ? യേശുക്രിസ്തു മൂലമുള്ള പാപമോചനം നിങ്ങൾ പ്രാപിച്ചുവോ? ഇല്ല എങ്കിൽ ക്യാൻസർ രോഗം സൗഖ്യമായി എന്ന് വന്നാലും ജീവിതാനന്തരം നിത്യനരകത്തിലായിരിക്കും. അല്ല, ഇനി ജീവിതകാലം മുഴുവൻ ഒരു രോഗിയായിട്ട് നീ ജീവിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് മരിച്ചാൽ നിന്റെ നിത്യത സ്വർഗമായിരിക്കും. അതേ പ്രിയമുള്ളവരെ, ഇതാ ദൈവം രക്ഷിതാവായിട്ട് അയച്ച ആ പുരുഷനെ കുറിച്ച് നാം അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവിടെ താഴേക്ക് വരുമ്പോൾ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ, മൂന്നാമതായി രക്ഷ ആവശ്യമായിരിക്കുന്ന ഈ മനുഷ്യന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു തന്ന പുരുഷൻ, ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നതായ പുരുഷൻ. ഒന്ന് നാം കണ്ടു, വാഗ്ദത്തം ചെയ്ത പുരുഷൻ. രണ്ട്, രക്ഷകനായി അയച്ച പുരുഷനായ യേശു. ഇവിടെ നാം വായിക്കുന്നത് ദൈവം ഏൽപ്പിച്ചു തന്നതായ പുരുഷൻ. അർത്ഥാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം തന്റെ പുത്രനെ മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ നാം ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണമേ, തന്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു യാദൃച്ഛിക മരണം ആയിരുന്നില്ല. യേശുക്രിസ്തു മരിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ അവതരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ സമയം എന്റെ മുൻപിലില്ല. ഞാൻ എങ്ങനെ പറയട്ടെ, യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ചു തന്നത് എന്തിനു വേണ്ടിയാണ്? അഥവാ ഈ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ എന്തെങ്കിലും പാപം ചെയ്തത് കൊണ്ടായിരുന്നുവോ? അവനിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ടായിരുന്നുവോ? നാം വായിക്കുന്നത് അന്നുണ്ടായിരുന്ന യഹൂദ മതവും റോമൻ സൈന്യവും ഒരുമിച്ച് നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ 5 കോടതികളിലായി 6 വട്ടം അവനെ വിസ്തരിച്ചു. അവിടെയെല്ലാം അവർ ഒരേ വാക്കിൽ പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. വിസ്തരിച്ചിട്ട് ഒടുവിലാണ് പീലാത്തോസ് പറഞ്ഞത്, ഞാൻ അവനിൽ മരണകരമായിരിക്കുന്ന അല്ലെങ്കിൽ അവനെ ക്രൂശിലേറ്റുവാൻ പാകത്തിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. തിരുവെഴുത്തിലൂടെ നാം വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും എല്ലാം ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ്, അവനിൽ ഒരു പാപവും ഇല്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്? ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വേള നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു പരിശുദ്ധനായിരുന്നവൻ, ദൈവപുത്രനായിരുന്നവൻ, സകലത്തിന്റെയും സൃഷ്ടികർത്താവായിരുന്നവൻ, പാപമറിയാതിരുന്നവൻ, കേവലം ഒരു നീച പാപിയെ പോലെ, ഒരു വലിയ രാജ്യദ്രോഹ കുറ്റവാളിയെ പോലെ ക്രൂശിലേറി മരിക്കുവാൻ കാരണമെന്താണ്? യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കതിന്റെ ഉത്തരങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, നമ്മുടെ അകൃത്യം പിതാവായ ദൈവം അവന്റെ മേൽ ചുമത്തിയെന്നാണ്. ഞങ്ങൾ കേൾക്കുന്നവരെ ഓർമ്മപ്പെടുത്തട്ടെ, എന്തിനാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, പാപമില്ലാത്ത ദൈവപുത്രന്റെ മേൽ പരിശുദ്ധനായിരിക്കുന്ന ദൈവം നമ്മുടെ പാപം അവൻ ചുമത്തി. പത്രോസ് തന്നെ മറ്റൊരു വേള ഇപ്രകാരമാണ് താൻ പറഞ്ഞത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പ്രിയമുള്ളവരെ, പിതാവായിരിക്കുന്ന ദൈവം നാം ചെയ്തു പോയതായിരിക്കുന്ന ആ പാപങ്ങൾ മുഴുവനും, അഥവാ
ദൈവ കൽപ്പനകളെ ലംഘിച്ച് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുവാൻ തീരുമാനിച്ചതായ എന്റെയും നിങ്ങളുടെയും മുഴുവൻ പാപങ്ങളെയും ആ പാപമില്ലാത്തവനെ ചുമത്തിയപ്പോൾ ആ പാപം അവൻ ചുമന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവൻ ശിക്ഷിക്കപ്പെട്ടു. നമ്മുടെ ശിക്ഷയെല്ലാം അവന്റെ മേൽ പിതാവായ ദൈവം ചുമത്തി എന്നാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. 53-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിക്രമക്കാർക്ക് വേണ്ടി അവൻ ഇടനില നിന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതിക്രമക്കാരായ നമുക്കും പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ അവൻ നിന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഈ അതിക്രമക്കാരുടെ മുഴുവൻ പാപങ്ങളും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു, ഞാനത് ഏറ്റുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ മുൻപാകെ അനുസരണമുള്ളവനായി നാം വായിക്കുന്നത് പോലെ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ്. എന്തിനു വേണ്ടി? എന്റെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ. ദേശവാസികളെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ട് ജീവിക്കുകയാണോ? ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഒരു പുരുഷനെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചവനാണ്. ആ വേദഭാഗം ധ്യാനിക്കുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഗെത്സമന തോട്ടം മുതൽ കാൽവരിയിൽ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിടുന്നതുവരെയും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ എന്തിനു തുല്യമായിരുന്നു എന്നറിയുമോ? പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യനരകത്തിലേക്ക് ചെല്ലപ്പെടുന്നതായ ഒരു മനുഷ്യൻ നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന മുഴുവൻ യാതനകളും വേദനകളുമാണ് കർത്താവ് കാൽവരി ക്രൂശിൽ അനുഭവിക്കുവാൻ ഇടയായത്. വിശദീകരിക്കാൻ സമയമില്ല. എന്റെ പ്രിയ ശ്രോതാക്കളെ, യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണമെന്ന് പറയുന്നത് കേവലം ആണ്ടോടാണ്ട് ആഘോഷിച്ച് തള്ളുവാനുള്ള ഒരു ഉത്സവമല്ല, മറിച്ച് നമ്മുടെ നരകശിക്ഷ, നാം അനുഭവിക്കേണ്ടുന്ന മുഴുവൻ നരകയാതനകളും ആ ചില മണിക്കൂറുകൾ അവൻ അവിടെ അനുഭവിച്ചു. നരകത്തിലുള്ളതായ ഉറക്കെ കരച്ചിൽ, നരകത്തിന്റെ കൂരിരുട്ട്, നരകത്തിന്റെ വേദന, നരകത്തിന്റെ ഭയം, ഇതെല്ലാം തന്നെ ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിക്കുവാനിടയായി. നിങ്ങൾ അതൊന്ന് കാണുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഓർക്കണമേ. ആർക്കു വേണ്ടിയാണ് അവൻ മരിച്ചത്? നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ്. അവൻ അനുഭവിച്ച പീഡനങ്ങൾ ചെറുതായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ ആ പ്രസംഗം ആരംഭിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ അറിയും പോലെ. എന്നിട്ട് താൻ ഒടുവിൽ പറയുന്നു, ഇത് നിങ്ങൾ നിശ്ചയമായും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ, തന്റെ മുൻപിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയാവുന്നവരാണ്. യേശുവിന്റെ ജീവിതത്തെ അവർ കണ്ടവരാ. യേശുവിന്റെ മരണത്തിന് അവർ സാക്ഷികളാ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും അവർ സാക്ഷികളാ. അവർക്കത് അറിയാം, ബുദ്ധി കൊണ്ട് അവർക്കത് അറിയാം. പക്ഷേ അവർ അറിയാതെ പോയിരിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ ദേശവാസികളെ, നിങ്ങളും യേശുവിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നവരല്ല. എത്രയോ വട്ടം ഈ യേശുവിനെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ ഇന്ന് വരെയും നിങ്ങളുടെ ജീവിതത്തിൽ അവനെ കൊണ്ട് പ്രയോജനം വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ അറിയേണ്ടതുപോലെ അറിയേണ്ട ചില സത്യത്തെ ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അതെ, അവന്റെ മരണത്താൽ എന്ത് സംഭവിച്ചു എന്ന് നാം അറിയണം. അവൻ മരിച്ചതിനാൽ അവൻ മരിച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ ആ മരണത്താൽ ഉണ്ടായതായ കാര്യങ്ങൾ എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നാം എന്താ വായിച്ചത്?
അവിടെ വായിക്കുന്നത് എന്താണ്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് എന്താണ്? അവൻ പിശാചിന്റെ തലയെ തകർത്തു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പിശാചിന്റെ അടിമത്വത്തിലായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു, നടുച്ചുവര് അവൻ ഇടിച്ചു കളഞ്ഞു. ഞാൻ ലളിതമായിട്ട് ഇങ്ങനെ പറയാം, നമ്മുടെ ജീവിതത്തിന് എതിരെ പിശാചായിരുന്നവൻ എഴുതി തയ്യാറാക്കി വെച്ചിരുന്നതായ ആ വലിയ കുറ്റപത്രമുണ്ടല്ലോ, നമുക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന നരകശിക്ഷയുണ്ടല്ലോ, ആ നരകശിക്ഷ അത് മുഴുവനും യേശുക്രിസ്തു തന്റെ മരണത്താൽ എന്ത് ചെയ്തു? നീക്കിക്കളയുവാൻ ഇടയായി തീർന്നു. പ്രവാചകൻ ഒരു വാക്കിങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപമത്രേ. അപ്പോൾ ദൈവത്തിനും മനുഷ്യരായ നമുക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മതിൽ എന്തായിരുന്നു? അത് നമ്മുടെ പാപമായിരുന്നു. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ എന്താ സംഭവിച്ചതെന്നറിയുമോ? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഉയർത്തിവെച്ചിരുന്നതായ, പിശാച് ഉയർത്തിവെച്ചിരുന്നതായ ആ വലിയ മതിലിനെ, ആ പാപത്തിന്റെ ചുമടിനെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തി. ആ പുത്രൻ എന്ത് ചെയ്തു? അതിനെ പൊളിച്ചു മാറ്റി, അതിനെ തകർത്തെറിഞ്ഞു, അതിനെ നീക്കം ചെയ്തു. എഫേസ്യ ലേഖനത്തിലും പൗലോസ് അതാണ് പറയുന്നത്: നടുവിൽ നിന്ന് ആ ശത്രുത്വം എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അതിനെ മായ്ച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പൊടി പോലും ശേഷിക്കാതെ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗത്തിന്റെയും ആവശ്യമില്ല എന്ന് പെരുമാറ്. സകല പാപങ്ങൾക്കും അവൻ എന്തു ചെയ്തു? പരിഹാരം വരുത്തി എന്നാണ്. അതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കണ്ടു, പാപം അവനെ ദൈവത്തിൽ നിന്നും അകറ്റി എങ്കിൽ പാപപരിഹാരം യേശുക്രിസ്തു മൂലം വരുത്തിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. പിതാവിങ്കലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കി തന്നു. പിതാവിങ്കലേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. ആ ദൈവത്തെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കും. ആ നിലയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം പുത്രന്റെ മരണം മൂലം സാധിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നാം ഞായറാഴ്ച തോറും നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വലിയ സത്യത്തെയാണ് നാം ഓർക്കുന്നത്. എത്രയോ മഹത്വകരമായ ഒരു സത്യമാണത്. യേശുവിന്റെ മരണത്താൽ പിതാവിനും മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്ന ആ വലിയ വിടവ് മാറ്റിക്കളഞ്ഞുകൊണ്ട് ധൈര്യത്തോടുകൂടെ അടുത്തു ചെല്ലുവാൻ കഴിയുന്നതായ ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മെ മാറ്റി. പ്രിയമുള്ളവരെ, നാം കണ്ടതുപോലെ ദൈവം തന്റെ പുത്രനെ കാണിച്ചു തന്നു. ആ പുത്രന്റെ മരണത്തിനായി ഏൽപ്പിച്ചു. ആ മരണത്താൽ എന്തുണ്ടായി, എന്തായിരുന്നു ഫലമെന്നാണ് നമ്മൾ കണ്ടത്. നാലാമതും അവനെ കുറിച്ച് മറ്റൊരു കാര്യം, ദൈവം ഉയർപ്പിച്ച പുരുഷൻ. ദൈവം ഉയർപ്പിച്ച പുരുഷൻ. പത്രോസ് അപ്പോസ്തലൻ ആ പ്രസംഗം തുടരുമ്പോൾ നാം അവിടെ എന്താണ് വായിക്കുന്നത്? അത് 24-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2-ാം അധ്യായം 24-ാം വാക്യം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മതി. മരണത്തോടുകൂടെ തീർന്നുപോയ ഒരുവനല്ല കർത്താവായ യേശുക്രിസ്തു. നാം അവിടെ വായിച്ചതുപോലെ ദൈവമോ അവനെ എന്ത് ചെയ്തു? മരണപാശങ്ങളെ അഴിച്ചു. ഇംഗ്ലീഷിൽ ആ വാക്ക് എഴുതിയിരിക്കുന്നത് പെയിൻ ഓഫ് ഡെത്ത് എന്നാണ്. മരണത്തിന്റെ വേദന. ഞാൻ ഓർത്തു, മരണമെന്ന ആ വേദന മരിച്ചടക്കപ്പെട്ട യേശുക്രിസ്തുവിനെ എന്നേക്കുമായി അവിടെ ഒതുക്കി നിർത്തുവാൻ ആഗ്രഹിച്ചതാ.
പക്ഷെ ദൈവം എന്ത് ചെയ്തു എന്നാണ്? ദൈവം അതിനെ ലൂസ് ചെയ്തു, അഴിച്ചു കളഞ്ഞു എന്നാണ്. ആ മരണത്തിന്റെ വേദനയെ അഴിച്ചു എന്ന് പറഞ്ഞാൽ ആ മരണത്തിന്റെ വേദനയാൽ ദൈവപുത്രനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. നാം അതിന്റെ ആഴം മനസ്സിലാക്കിയാൽ വളരെ ദൈവത്തിന് നന്ദി പറയുവാനുള്ള കാര്യമാണ്. ദൈവം അവനെ ചുറ്റിയിരുന്നതായ ആ മരണത്തിന്റെ വേദനയെ അഴിച്ചു കളഞ്ഞു. എന്നിട്ട് അടുത്ത വാക്ക്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യം. മരണം വിചാരിച്ചത് ഈ ദൈവപുത്രനെ ഇതോടുകൂടെ അവസാനിപ്പിക്കാമെന്നാണ്. യഹൂദന്മാർ അത് വിചാരിച്ചു, റോമൻ പടയാളികൾ അത് വിചാരിച്ചു. പക്ഷേ ദൈവം എന്തു ചെയ്തു? മരണത്തിൽ നിന്ന് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് എങ്ങനെയാണ് എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവനിലും വ്യാപരിച്ചു. ആര്? പരിശുദ്ധാത്മാവാൻ ദൈവം അടക്കം ചെയ്യപ്പെട്ട് കിടന്നിരുന്ന യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ചു എന്നാണ്. എന്നിട്ട് എന്താ ചെയ്തത്? ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് നാം വായിക്കുന്നത് പോലെ എല്ലാ നാമത്തിനും മേലായ നാമം ആ പുത്രന് ദൈവം തമ്പുരാൻ നൽകി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് വേണ്ട കർത്തൃത്വങ്ങൾക്കും എല്ലാ അധികാരങ്ങൾക്കും മീതെ ആരെ ഇരുത്തി? തന്റെ പുത്രനെ അവനിരുത്തി. ഇവിടെ ഈ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നതിന് 36-ാമത്തെ വാക്യം നാം വായിച്ചല്ലോ. കർത്താവും ക്രിസ്തുവുമാക്കി അവൻ തന്റെ പുത്രനെ തന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുത്തി എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു കേവലം മരിച്ചടക്കപ്പെട്ടിട്ട് തീർന്ന ഒരുവനല്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. നാം വായിക്കുന്നത് ദൈവപുത്രൻ പിതാവായ ദൈവത്തിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന ഏക മധ്യസ്ഥനാണ്, വേറെ ആർക്കും നൽകിയിട്ടില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഇതാ ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനെ ഏറ്റവും ഉയർത്തി നാമം നൽകി എന്ന് നാം വായിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ദേശവാസികളെ, യേശുക്രിസ്തുവിന്റെ നാമം പോൽ ഉയർത്തപ്പെട്ട ഒരു നാമം ഈ ലോക ചരിത്രത്തിൽ ഇല്ല എന്നുള്ളത് ഞാനും നിങ്ങളും അറിയേണ്ട കാര്യമാണ്. ഈ പുരുഷന്റെ 5-ാമത്തെ ഒരു പ്രത്യേകത അപ്പോസ്തലപ്രവൃത്തി 10:42 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പത്രോസിന് തന്നെ മറ്റൊരു പ്രസംഗത്തിൽ താൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി നിയമിക്കപ്പെട്ട പുരുഷൻ. അവൻ രക്ഷിതാവായി വന്നവനാ. അവൻ നമ്മെ രക്ഷിക്കുവാൻ ക്രൂശിൽ മരിച്ചവനാ. അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാ. സത്യമാണ്. എന്നാൽ ഇനി ഒരു നാൾ ഈ ഭൂമിയെ അവൻ ന്യായം വിധിക്കുവാൻ വരും. ഇനി അവൻ വരുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനും തന്നിൽ വിശ്വസിക്കാതിരുന്ന താൻ ഒരുക്കിയ രക്ഷയെ അവഗണിച്ചു പോയവരുമായ മനുഷ്യവർഗത്തെ മുഴുവനും ന്യായം വിധിക്കുവാനുമാണ്. ഇവിടെ തള്ളിക്കളയാം, ഇവിടെ വേണ്ടെന്ന് വയ്ക്കാം, ഇവിടെ അവഗണിച്ച് മുൻപോട്ട് പോകാം, പരിഹസിക്കാം, ഈ മാർഗത്തെ ഉപദ്രവിക്കാം, ഈ മാർഗത്തെ ഉപദേശിക്കുന്നവരെ കൊന്നുകളയാം. പക്ഷേ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സകല മാനവജാതിയെയും തന്നിൽ വിശ്വസിക്കാത്ത സകല മനുഷ്യരെയും ആബാലവൃദ്ധൻ തന്റെ മുൻപിൽ കൂട്ടുവരുത്തുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് തന്റെ മുൻപാകെ മുട്ടുകളെ മടക്കിപ്പിച്ച് അവരെ കൊണ്ട് യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് തള്ളിക്കളയും. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു നാളിൽ ഈ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞേ മതിയാകുള്ളൂ. അത് ഇന്ന് രാത്രിയിൽ സംഭവിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. അല്ല, മരണത്തിനപ്പുറമാണെങ്കിൽ നരകമായിരിക്കും അവസാനം. പ്രിയപ്പെട്ടവരെ,
ഈ പ്രസംഗം പത്രോസ് അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. ആ പ്രസംഗത്തിന്റെ ഒടുവിൽ കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഹൃദയത്തിൽ വേദനയോടെ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ടായോ? നിങ്ങൾ പാപികളാണ് എന്ന് സമ്മതിക്കുന്നവരാണോ? ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത നരകത്തിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഇതാ രക്ഷിതാവായി ദൈവം ഉയർത്തി പറഞ്ഞ ഈ പുരുഷനായ യേശു ക്രിസ്തുവിനെ എനിക്ക് വേണമല്ലോ, എന്നോടാണല്ലോ ദൈവം ഇത് സംസാരിച്ചതെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ബോധ്യം വരുവാൻ ഇടയായിട്ട് തീർന്നുവോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, പത്രോസ് അവരോട് പറഞ്ഞ മറുപടി ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. ഒന്നാമത് പറഞ്ഞ വാക്കതാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളും ഈ രാത്രിയിൽ അത് തന്നെ ആവർത്തിക്കട്ടെ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ആദ്യമുണ്ടാകേണ്ടത് മാനസാന്തരമാണ്. ഏറ്റവും ലളിതമായ ഉദാഹരണം പറയട്ടെ. നാം മുടിയൻ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പിതാവിന്റെ ഇളയ മകൻ, പിതാവിൽ നിന്നും അവകാശം വാങ്ങിച്ച് ദൂരേക്ക് പോയ മകൻ. എന്നാൽ ആ പിതാവ് ആ മകനെ കാത്തിരിക്കുകയാണ്. ദൈവവചനം പഠിക്കുന്ന നമുക്കറിയാം, പുതിയ ചെരുപ്പ് വാങ്ങിച്ച്, പുതിയ വസ്ത്രം വാങ്ങിവെച്ച്, നല്ല ഒരു കാളക്കുട്ടിയെ അവന് വേണ്ടി വളർത്തിക്കൊണ്ട് എന്നെങ്കിലും എന്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ദൂരത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഒരു പിതാവിനെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ഇളയ മകൻ, എല്ലാം നഷ്ടപ്പെട്ടവൻ, നിരാശനായി തീർന്നവൻ, ഇതാ അവന്റെ ജീവിതത്തിൽ ഒരു ദിനം പിതാവിനെ കുറിച്ച് അവൻ ചിന്തിച്ചു, തന്റെ ഭവനത്തെ കുറിച്ച് അവൻ ചിന്തിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകും, എന്നിട്ട് ഞാൻ ഇപ്രകാരം പറയും: അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, ആ മകൻ താനായിരുന്ന പന്നികളുടെ കുഴിയിൽ നിന്നും എഴുന്നേറ്റിട്ട് പിതാവിന്റെ അടുക്കലേക്ക് മന്നം നടന്നു നീങ്ങുമ്പോൾ നാം അവിടെ വായിക്കുന്നു, ദൂരത്തു നിന്ന് തന്നെ പിതാവ് ആ മകനെ കണ്ടു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. ആ മകൻ പറഞ്ഞു, അപ്പാ, ഞാൻ പാപിയാണ്. ഉടനെ തന്നെ പിതാവ് ആ മകന് വേണ്ടി ഒരുക്കി വച്ചിരുന്നത് എടുത്തു കൊടുക്കുകയാണ്. അവന് വേഗം നേത്രമായ അങ്കി, കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം, അവന് വേണ്ടി കാളയെ അറുക്കുന്നു. ആ വീട്ടിൽ വലിയ ആനന്ദത്തിന്റെ അനുഭവമുണ്ടായി. എന്താ സംഭവിച്ചത്? ഞാൻ പാപിയാണ് എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ. അതിന്റെ പേരാണ് മാനസാന്തരം. നിങ്ങൾ ഇന്നുവരെ പോയിക്കൊണ്ടിരിക്കുന്നതായ ആ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ഇതാ യേശു ക്രിസ്തുവിലേക്ക് തിരിയുക. പിശാചിനെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുക. മരണത്തെ വിട്ട് ജീവനിലേക്ക് തിരിയുക. നരകത്തെ വിട്ട് സ്വർഗത്തിലേക്ക് തിരിയുക. അതിന്റെ പേരാണ് മാനസാന്തരം. വിശ്വാസം എന്നെല്ലാവർക്കുമുണ്ട്. പക്ഷേ വചനത്തിന്റെ വെളിപ്പാട് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക എന്നതാണ്. ഇന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ എന്തില്ല? മാനസാന്തരമില്ല. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നവർക്കാണ് പാപമോചനം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം, നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ താൻ പറയുണ്ടായി, നിങ്ങൾ സ്നാനമേൽക്കണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവായിട്ട് പത്രോസ് പറഞ്ഞു, നിങ്ങൾ സ്നാനം ഏൽക്കണം. നാം താഴെ വായിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അന്ന് കൂടി വന്നിരുന്ന എല്ലാവരും സ്നാനപ്പെട്ടു എന്നല്ല, അവിടെ കൂടി വന്നിരുന്നവരിൽ 3000-ഓളം വരുന്ന ആളുകൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി അവർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനിടയായി.
ദൈവം വാഗ്ദത്തം ചെയ്ത പുരുഷനായ യേശുവിനെ, ദൈവം രക്ഷകനായി അയച്ച യേശു ക്രിസ്തുവിനെ, ദൈവം ഏൽപ്പിച്ചു തന്ന പുരുഷനായ യേശുവിനെ, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവിനെ, ദൈവം ന്യായാധിപതിയായി നിയമിച്ച ആ യേശുവിനെ അവർ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ഇടയായി. അവനോട് പാപങ്ങൾ ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുവാൻ അവൻ തയ്യാറായി. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി, രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അന്ന് ആ പ്രഭാതത്തിൽ ഇതാ പ്രിയമുള്ളവരെ, യെരൂശലേമിൽ എത്രയോ ആയിരങ്ങൾ വിശ്വസിച്ചു മാനസാന്തരപ്പെട്ടു. ഇന്ന് ഈ ദേശവാസികളെ നിങ്ങൾക്ക് വിശ്വസിക്കുവാനും മാനസാന്തരപ്പെടുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ കണ്ണുകൾ അടയട്ടെ. ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും രക്ഷ ആവശ്യമായിരിക്കുന്ന ഒരു പാപിയാണ് ഞാൻ, ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യനരകത്തിലേക്കാണ് ഞാൻ പോകുന്നത്, ഞാനൊരു പാപിയാണ് എന്ന ബോധ്യമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി സന്ദേശം കേട്ട് പാപിയായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് തിരികെ പോകണ്ട. ഇന്ന് രാത്രിയിൽ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി അവനെ ശ്രേഷ്ഠനാക്കി മാറ്റിയ കർത്താവ്, ഇവിടെ ഇരിക്കുന്ന അനേകം ദൈവമക്കളെ, സാധാരണക്കാരനായിരുന്നവരെ അസാധാരണ വ്യക്തിത്വമായി മാറ്റിയ ഈ നല്ല കർത്താവ് നിങ്ങളെയും മാറ്റുവാൻ, നിങ്ങളോടും ക്ഷമിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനാണ്. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പിതാവായ ദൈവമേ, അങ്ങയുടെ മുൻപാകെ ഞാനൊരു പാപിയായ മനുഷ്യൻ, അവിടുന്ന് എൻ്റെ രക്ഷിതാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എനിക്ക് പകരമായി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എൻ്റെ പാപം ക്ഷമിക്കണം. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഇന്നു മുതൽ അങ്ങയുടെ ഒരു പൈതലായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഈ ദൈവത്തിന് സാധിക്കും. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നിലയിൽ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് ഈ ദേശത്ത് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. സഭയിലുള്ള ദൈവമക്കൾക്കും ഈ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.